എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എക്സൽ ഫയൽസ് എങ്ങനെ സ്മാർട്ട് ഫോണിൽ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. പലർക്കും ഉപകാരപ്രദമായ ഒരു കാര്യം കൂടിയാണത്. കുറച്ച് പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആദ്യമായിട്ടൊരു കാര്യം പറയാണ്, മൈക്രോസോഫ്റ്റ് എക്സൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ വേണം. സ്മാർട്ട് ഫോണിൽ കിട്ടാനായിട്ട് എന്താണ് ചെയ്യുക? നമ്മളത് ഗൂഗിൾ പ്ലേ എന്ന ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. എക്സലിന് കൊടുത്ത് എക്സലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ എൻ്റെ സ്മാർട്ട് ഫോണിൽ ഇത് ഡൗൺലോഡ് മുമ്പേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളത്. ഇല്ലാത്തവർ അത് ചെയ്യണം. അങ്ങനെ എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആണ് വരിക അത്തരത്തിൽ. അപ്പോൾ അവിടെ വലതുഭാഗത്തായിട്ട് കാണാൻ സാധിക്കും, ഒരു പ്ലസ് ചിഹ്നം കാണാൻ സാധിക്കും. ആ പ്ലസ് ചിഹ്നം ഉപയോഗിച്ച് ഞാൻ ഫയൽ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസാണ് രൂപപ്പെടുക. അതിന് ഞാനൊരു ആദ്യമായിട്ട് ഡിഫാൾട്ട് ഷീറ്റ് എടുത്തു, എക്സൽ ഷീറ്റ് എടുത്തു അവിടെ. അപ്പോൾ ഇത് ഇത്രയും രൂപത്തിലാണ് വരിക. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആ 3 കുത്തുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുക്കാം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഡാറ്റകൾ എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അവിടെ A1 എന്ന സെല്ലിലാണ് സെലക്ഷൻ നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ, ഈ വലതുഭാഗത്ത് ഒരു താഴേക്കുള്ള ഒരു എറർ മാർക്ക് ഉണ്ടില്ലേ, അതിലൊന്ന് ചെയ്താലും മതി. അത് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഒരു എക്സൽ ഫയലിൽ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ വേണ്ടി വരുന്ന എക്സൽ ഫയലിൽ ഫസ്റ്റ് സീരിയൽ നമ്പറാണ് വേണ്ട. പിന്നെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ കുട്ടികളുടെ പേര്, നെയിം, പിന്നെ അവരുടെ മാർക്കുകളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഫീസ് ഇനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരിക. അതുപോലെ റിലീജിയൻ ആൻഡ് കാസ്റ്റ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓൾറെഡി നമ്മൾ ഒരു എക്സൽ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് കൊടുക്കുക, അത്ര മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സീരിയൽ നമ്പർ എങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിൽ ഇങ്ങനെ വലതുഭാഗത്ത് മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. അത് ഉപയോഗിച്ച് ഈ വിൻഡോ വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യും. അതിനുശേഷം അവിടെ നമ്മുടെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് സീരിയൽ നമ്പർ വന്നു. ഇനി രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡറായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് നെയിമാണ്. നെയിം, കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്തു. മൂന്നാമത്തെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൊടുക്കാം. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തു. നാലാമത്തേൽ മാത്സ്, ഉദാഹരണമായിട്ട് പറഞ്ഞു മാത്രം, മാത്സും ടൈപ്പ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിന് നമുക്ക് മറ്റു കാര്യങ്ങൾ ഫോർമാറ്റ് ചെയ്യുന്ന രീതിയാണ് ഇനി അടുത്തായി പറയാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനത്തെ സാധനം കാണാൻ സാധിക്കും, ഇങ്ങനെ ഒരു ഏരോ മാർക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബോർഡർ കൊടുക്കണം ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. നമ്മൾ ഏറ്റവും ആദ്യം ഇതിനൊന്ന് സെലക്ട് ചെയ്തു, ഇവിടെ വരെ സെലക്ട് ചെയ്തു. അത് നടത്തുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബോർഡർ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ആ ബോർഡർ കൊടുത്തു. അപ്പോൾ ബോർഡർ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അതൊന്ന് ബോൾഡ് ആക്കണം. ലെറ്റേഴ്സ് ഒന്ന് ബോൾഡ് ആക്കാനായിട്ട് ബോൾഡ് കൊടുത്തു. ഇനി നമ്മൾ ലെറ്റേഴ്സിന് ഫോണ്ട് സൈസ് കൂട്ടുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം ഫോണ്ട് സൈസ് നമ്മൾ എത്ര ആക്കി മാറ്റിയെന്ന് വെച്ചാൽ 14 കൊടുത്തു അത്തരത്തിൽ. ഇനി അടുത്തായിട്ട് നമുക്ക് ഫോണ്ട് കളർ മാറ്റണം. ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ അവിടെ കാണാം, ഫോണ്ട് കളർ എന്ന് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഫോണ്ട് കളർ നോക്കിയിട്ട് റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്യാണ്, റെഡ് കൊടുത്തു. അപ്പോൾ ഫോണ്ട് കളർ വന്നു. ഇനി സീരിയൽ നമ്പർ, ആ കാര്യമാണ് ഇനി അടുത്തായി പറയാൻ പോകുന്നത്. നമുക്ക് സീരിയൽ നമ്പറിൻ്റെ അവിടെ നമ്മൾ ആദ്യത്തെ കൊടുക്കുകയാണ്. ആദ്യത്തെ നമ്മൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 വന്നു. രണ്ടാമത്തെ നമ്മൾ കൊടുത്തു 2 എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ 2 വന്നിരിക്കും. അപ്പോൾ അവിടെ 2 വന്നു. ഇനി ഇതിന് വേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യണം, അലൈൻമെൻറ്റ് കൊടുക്കുക, സെൻട്രൽ അലൈൻമെൻറ്റ് ആക്കണം. ഇപ്പോൾ സെൻട്രൽ അലൈൻമെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഈ സെലക്ട് ചെയ്ത സെല്ലിലൊക്കെ ബോർഡർ കൊടുക്കണം. അവിടെ ബോർഡേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബോർഡ് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് ആ കാര്യമായി. അതുപോലെ തന്നെ നെയിം സാധാരണ കുറച്ചും കൂടി വീതി വരും. അതായത് കോളത്തിന് അതിൻ്റെ പിടുത്ത് കൂട്ടണമെങ്കിൽ
അതിൻ്റെ മുകളിലായിട്ട് പച്ചനിറത്തിൽ കാണുന്നതിൻ്റെ ഭാഗത്തായിട്ട് 2 വരകൾ കാണാൻ സാധിക്കും. ആ വരകളിൽ പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് നീക്കിയാൽ മതി, അതിനോട് നീക്കുക. അപ്പോൾ അതിൻ്റെ നെയിം കൂടിയാണ് അത് വരുന്നത്, വീതി അങ്ങനെ കൂടി വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ ഈ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ വീണ്ടും എണ്ണ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ 1 2 3 വെച്ചാൽ ഫില്ല് ചെയ്യണമെങ്കിൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് ഫിൽ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ എത്ര വരെയായിട്ട് ഫില്ല് ചെയ്തു, അപ്പോൾ ഡാറ്റകൾ വന്നു. ഇത് അൺഡു ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഭാഗത്തിട്ട് ഏരോ മാർക്ക് കാണാം, അതൊന്ന് കെടുത്ത് അൺഡു ചെയ്യുന്നു. ഞാൻ ഒന്നും കൂടി അത് ഫില്ല് ചെയ്യേണ്ട കാര്യം കാണിക്കുകയാണ്. എന്താ ചെയ്തത്, ഇത് രണ്ടൊന്ന് സെലക്ട് ചെയ്തു, അപ്പോൾ അവിടെ ഫില്ല് ഓപ്ഷൻ വന്നു. ഫില്ല് ഓപ്ഷന് വന്നു കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടൊന്ന് വലിച്ചു നേരിട്ട്, അപ്പോൾ അത് ഫില്ല് വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഇതിൽ ഈ സെക്ഷന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എത്ര വരെ സെലക്ട് ചെയ്ത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ഇത്തരത്തിൽ ഏത് കളറോട് ഫിൽ കളർ വേണമെങ്കിൽ കൊടുക്കാം. വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടുള്ള ഫിൽ കളർ കൊടുക്കണമെങ്കിൽ അത് മുഴുവൻ ലൈറ്റായി. ഇവിടെ വേണോ ഫിൽ കളർ കൊടുക്കണോ, ഇത് മുഴുവൻ ഏതുവരെയാണോ സെലക്ട് ചെയ്യുന്നത് അതുവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫിൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ഫിൽ കളർ വന്നു. അപ്പോൾ ഇതാണ്, ഇവിടെ നമ്മൾ സെല്ല് കൊടുത്തിട്ടില്ല, ബോർഡർ കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം. ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ബോർഡർ കൊടുക്കാവുന്നതാണ് അത്തരത്തിൽ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്തായി നമുക്ക് ചെയ്യാവുന്ന ഇതിലൊക്കെ എൻ്റർ ചെയ്യാം. പേരുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പേസ്റ്റിൻ്റെ ഓപ്ഷനാണ് വരുന്നത്, അപ്പോൾ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് പ്രാഥമികമായിട്ട് കാര്യങ്ങൾ. ഇതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്യാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹോം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഇവിടെ, അത് ഇൻസർട്ട്, ഡ്രോ, ഫോർമുല, ഡാറ്റ, റിവ്യൂ, വ്യൂ ഒക്കെയാണുള്ളത്. അതുപോലെ തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തൊക്കെ ഇൻസർട്ടിൽ എന്താ കാണുന്നത് കണ്ടോ, ഇത്രയും ഓപ്ഷൻസ് ഇൻസർട്ടിലുണ്ട് മറ്റുള്ള പോലെ തന്നെ. അതുപോലെ ഡ്രോയിൽ ഓപ്ഷൻ നോക്കാം, ഇങ്ങനെ ഡ്രോയിൽ ഓപ്ഷൻസ് കാണുന്നു, താഴത്തേക്ക് തിക്നെസ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഫോർമുലാസിൻ്റെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റയുടെ ഓപ്ഷൻസ്, അതുപോലെ തന്നെ റിവ്യൂ ഓപ്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്. അവസാനം ഹോം തന്നെ കൊടുക്കുന്നു അത്തരത്തിൽ. ഇത് ഇങ്ങോട്ട് 2 ഏരോ മാർക്ക് വളഞ്ഞ് കാണുന്നത് അത് ഡു അൺഡു എന്നുള്ള ഒരു ഓപ്ഷൻ ഒക്കെയാണ് കാണുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ നമുക്ക് അത് ഇങ്ങനെ ഫയല് കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാവുന്നതാണ്. ഈ കാര്യം ആയിട്ട് നമുക്ക് ഏത് ഇതിലാണ് സേവ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അടിയിലെ ഓപ്ഷൻസാണ് മെർജ് ആൻഡ് സെൻറ്റർ റാപ്പ് ടെക്സ്റ്റ് മുതലായവ അതിലുള്ള ഓപ്ഷൻസാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഇൻസർട്ട് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ഇൻസർട്ട് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഇൻസർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഇൻസർട്ട് റോസ് ആണെന്ന് വയ്ക്കുക. ഇൻസർട്ട് റോസ് കൊടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതാം, KNMHS വാടാനപ്പള്ളി, അത് കൊടുക്കാവുന്നതാണ് അത്തരത്തിൽ. അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ചെയ്യാം. നമ്മുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം, ഫ്രണ്ട് റോയിൽ അരിഞ്ഞായിട്ട് അങ്ങനെയായിട്ട്. ഇനി സ്കൂളിൻ്റെ ഇവിടെ ഒന്ന് കൂടി വലുതാക്കണമെങ്കിൽ നമുക്കത് വലുതാക്കാം. സ്കൂളിൻ്റെ പേര് അലൈൻമെൻറ്റ് കൊടുക്കണോ സെൻറ്ററായിട്ട്, നമുക്ക് ഇതിപ്പോൾ സ്കൂളിൻ്റെ പേര് ഇത് സേവ് ചെയ്തിരിക്കുകയാണ്. അത് വീണ്ടും ഇത് ഓപ്പൺ ചെയ്തു, നമുക്കത് ഓപ്പൺ ചെയ്യാം. ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എനിക്ക് റാപ്പ് ടെക്സ്റ്റ് വേണമെങ്കിൽ ഇത് റാപ്പ് ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് റാപ്പ് ടെക്സ്റ്റ് അതിൽ സെലക്ട് ചെയ്താൽ റാപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇത്തരത്തിൽ എന്തും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും അവിടെ നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവാസായി മാറി അത്തരത്തിൽ. അപ്പോൾ നമുക്ക് ലഘുവായിട്ട് ഫയലുകൾ ടീച്ചേഴ്സിനും മറ്റുമൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. പിന്നെ പേസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എക്സലിൽ ഡാറ്റാസ് നിർമ്മിക്കാനായിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഡാറ്റാസ് നിർമ്മിക്കാൻ പറ്റും എന്ന കാര്യം ഇവിടെ പറഞ്ഞു തരികയാണ്. നന്ദി, നമസ്കാരം.